ശക്തമായ മഴയിൽ വാണിയംകുളം അങ്ങാടിയിൽ 4 വീടുകളിൽ വെള്ളം കയറി. ഇതിൽ ഒരു വീട്ടിൽ ലക്ഷങ്ങളുടെ നാശനഷ്ടമാണ് സംഭവിച്ചത്. വെള്ളത്തിൽ വീണ് കുട്ടിക്ക് പരിക്കേറ്റു. ബുധനാഴ്ച പുലർച്ചെ 2:30 സംഭവം. ചൊവ്വാഴ്ച രാത്രി ഉറങ്ങാൻ കിടന്ന കുടുംബം വെള്ളത്തിൽ പാത്രങ്ങൾ തട്ടിയുള്ള ശബ്ദം കേട്ടാണ് ഉണരുന്നത്. അപ്പോഴേക്കും കിടക്കുന്ന കട്ടിലിന്റെ മുക്കാൽ ഭാഗവും എത്തിയിരുന്നു വെള്ളം. എഴുന്നേറ്റ് നോക്കിയപ്പോൾ മഴവെള്ളം അതിശക്തമായി വീടിന്റെ മുൻവശത്തുള്ള വാതിലിലൂടെ കുത്തിയൊലിച്ച് വെള്ളം വീടിന്റെ ഉള്ളിലേക്ക് ഒഴുകുന്ന കാഴ്ചയാണ് കണ്ടത്. കാൽമുട്ടിന് മുകളിൽ വരെ വെള്ളമുണ്ടായിരുന്നതായും രാവിലെ മഴ നിന്നതോടെ വെള്ളത്തിന്റെ ഒഴുക്ക് കുറഞ്ഞു. പിന്നീട് മോട്ടോർ ഉപയോഗിച്ച് വീടിനുള്ളിലെ വെള്ളം വറ്റിച്ച് തുടച്ചുമായി വീട് വൃത്തിയാക്കി. വീടിന്റെ എതിർവശത്തുള്ള കുന്നിൽ നിന്നുള്ള വെള്ളവും കുളപ്പുള്ളി പാലക്കാട് പാതയിലുള്ള വെള്ളവുമാണ് വെങ്കടൻ താമസിക്കുന്ന വീടിനുള്ളിലേക്ക് കയറിയതെന്ന് ഇവർ പറഞ്ഞു. വീട്ടിനുള്ളിലെ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ, 35,000 രൂപയുടെ ജനറേറ്റർ, പാസ്ബുക്ക് ഉൾപ്പെടെയുള്ള വിലപ്പെട്ട രേഖകൾ, പാഠപുസ്തകങ്ങൾ, വീടിനോട് ചേർത്ത് നിർത്തിയിരിക്കുന്ന സ്കൂട്ടറും വീട്ടുപകരണങ്ങൾ, പാത്രങ്ങൾ ഉൾപ്പെടെ വെള്ളം കയറി നശിച്ചു. ഇനിയും മഴ പെയ്താൽ എങ്ങോട്ട് പോകാൻ ഒരിടമില്ലാതെ പകച്ചു നിൽക്കുകയാണ് ഈ കുടുംബം. വാണിയംകുളം അങ്ങാടിയിൽ ആറുമുഖൻ ചെട്ടിയാർ, രാജൻ, നാഗരാജൻ എന്നിവരുടെ വീട്ടിലും വെള്ളം കയറി. ഇവർക്കും നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ഒരു 2:30 മണിക്കായിരുന്നു പാത്രങ്ങളൊക്കെ ഇങ്ങനെ വെള്ളം തിരിച്ചു വന്ന് ഇങ്ങനെ തട്ടുകയാണ്. അപ്പോൾ പട്ടം തിരിഞ്ഞ് നോക്കുമ്പോൾ റൂമും ഞങ്ങൾ കിടക്കണ കട്ടിലിൻ്റെ മുക്കാൽ ഭാഗത്തോളം വെള്ളം. എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്ത ആകെ നോക്കുമ്പോൾ പുറത്തിറങ്ങാനും പറ്റിയ ഷോർട്ട് സർക്യൂട്ടിൻ്റെ ഒരു പേടി. അങ്ങനെ ഇങ്ങനെയൊക്കെ ഫ്രണ്ട് വാതിലും ബാക്ക് വാതിലൊക്കെ തുറന്നിട്ടിട്ട് കുറച്ചൊക്കെ വെള്ളം ഒലിച്ചു പോയി. ചിലപ്പോൾ രാവിലെ 5 മണിക്ക് തുടങ്ങിയതാണ് ഞങ്ങൾ 4-5 ആൾ വൃത്തിയാക്കൽ. അതിൻ്റെ ഇടയിൽ ഭാര്യ വീണു. ചെറിയ കുട്ടിയുടെ 2 വയസ്സായ കുട്ടി വൈകിട്ട് മുറിയായിരുന്നു. രാവിലെ ഇതൊക്കെ ഉണ്ടായി. പിന്നെ മേലത്തെ ആ മണ്ണെടുത്തിട്ട് അവിടെ നിന്ന് വെള്ളം കുത്തി ഒലിച്ച് വരികയാണ്. യാതൊരുവിധ നിർവാഹവും ഇല്ല. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്താ ചെയ്യേണ്ടതെന്ന് പോലെ അറിയും. രാത്രി കടന്നു കഴിഞ്ഞാൽ നമ്മൾ ഉറക്കത്തിൽ ചിലപ്പോൾ വെള്ളത്തിൻ്റെ അടിയിൽ പെട്ടു. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം.